എടാ എല്ലാം കഴിഞ്ഞില്ലേ? നമുക്കെന്നാ തിരിച്ചു വീട്ടിലോട്ട് പോവാം. എന്തായാലും ജിന്നും ആറമും ഹോബിയൊക്കെ ഒരുമിച്ചല്ലേ വരത്തുള്ളൂ. വാ നമുക്ക് വീട്ടിലോട്ട് പോവാം. എനിക്ക് ബോറടിക്കുന്നു. ഞാനൊന്നും ചുമ്മാ ഇരിക്കില്ല. നമുക്ക് എന്തെങ്കിലും കളിക്കാം. വീട്ടിൽ എത്താൻ കുറെ നേരം എടുക്കുമല്ലോ. എന്നാ നമുക്ക് ഇഷ്ടമുള്ള പാട്ടിന് ഇഷ്ടമുള്ള വരികൾ പാടിക്കളിക്കാം. അതാകുമ്പോൾ ആർക്കും ബോറടിക്കത്തില്ലല്ലോ. ആ, അത് ശരിയാ. എന്നാ നീ തുടങ്ങടാ ജിനിഷി. ആ ലുട്ടാപ്പി കുട്ടിച്ചാത്തൻ ലുട്ടാപ്പി കടുവകളും കിടുവകളും എന്നെ കണ്ടാൽ പേടിക്കും. ഇനി വീ പാട്. നിന്റെ പിന്നാലെ നടന്നതിൽ പിണങ്ങല്ലേ നീ, കണ്ടാലേ എറിഞ്ഞതിൽ പിണങ്ങല്ലേ നീ, സുന്ദരി നിന്റെ പുഞ്ചിരി എനിക്കൊത്തിരി കൊതിയുണ്ടടി. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നീ തൊട്ടു നോക്കാൻ ഇഷ്ടമല്ലടാ, കൊച്ചു കള്ളനെ. എടാ എടാ, വേണ്ട മോനെ, വേണ്ട മോനെ. കരളേ എന്റെ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ എന്റെ മാനസ കിളിയേ വെറുതെ നിന്ന് ചിണുങ്ങാതെ. ഈ കാറ്റ് വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. പെരും നുണപ്പുഴ താണ്ടി ഞാൻ ഈ കടവിൽ തുഴഞ്ഞു വന്നു ഇന്നലെ. രണ്ടൊന്ന് നിർത്തിക്കേ. നിനക്കൊക്കെ എന്തുവാ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ രണ്ടും കൂടെ ലവ് സോങ്ങും പാടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കൊരു ബോധമുണ്ടോ ഈ സിംഗിളായി ഞാനിവിടെ ഇരിക്കുന്നതെന്ന്? ഇനി വീട്ടിൽ എത്തുന്നിടം വരെ രണ്ടെണ്ണം മിണ്ടിപ്പോരുത്. എടി കുക്കി, നിനക്ക് സന്തോഷമായില്ലേ? നമുക്ക് ഫസ്റ്റ് കിട്ടിയല്ലോ. ആടാവി, എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്നാ ഞാൻ പോകാൻ ഉറങ്ങട്ടെ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇവളുടെ ഒരു കാര്യം തുള്ളിച്ചാടി പോന്നുണ്ടല്ലേ. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന, നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച പ്രൈസ് നമ്മുടെ കയ്യിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിന് കാരണക്കാരായ നമ്മുടെ ഗ്രൂപ്പിനെ ഞാൻ പ്രത്യേകമായിട്ട് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. കുക്കി സ്റ്റേജിലേക്ക് വന്ന് അവാർഡ് പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ്. കൺഗ്രാറ്റ്സ് കുക്കി. ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് ഫസ്റ്റ് കിട്ടിയല്ലേ. ഫസ്റ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കൊരു പ്രോമിസ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ട് വന്ന റോഹനേട്ടൻ എന്നോട് എന്തോ കാര്യം പറയാന്ന്. ഇപ്പം പറ. അത് പിന്നെ കുക്കി, എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, റോഹനേട്ടൻ പറയുന്ന കുക്കി, ഞാൻ നിന്നെ കണ്ടെന്ന് മുതൽ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ചേച്ചി ചേച്ചി, എനിക്കില്ലേ ആ ചേട്ടന്റെ കയ്യിരിക്കുന്ന പൂ വാങ്ങിച്ചു തരുമോ? റോഹനേട്ടാ, ആ പൂ തരുമോ? ഞാൻ ഈ മോൾക്ക് കൊടുക്കട്ടെ. അല്ല കുക്കി, ഞാൻ നിന്നോട് പറയാം. ബാ മോളെ, നമുക്ക് അവിടെ കാണാൻ പോയി കളിക്കാം. താങ്ക് യു ചേച്ചി. എനിക്കെല്ലാം നഷ്ടപ്പെട്ട് എൻ്റെ കുക്കി. ഹലോ, എന്താ ജോണ്, നീ വീട്ടിലുണ്ടോ? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഒരു കാര്യത്തിന്. എന്താടാ നിന്നെ കണ്ടിട്ട് നീ നല്ലോണം കരഞ്ഞ പോലെ ഉണ്ടല്ലോ. നിനക്ക് എന്താ പറ്റി? എടാ പതിയെ കുടിയടാ, നിന്റെ കാരണം എല്ലാം കൂടെ അടിച്ചു കൂടിയേർക്കാം. ഇത്രയും കുടിക്കാൻ വേണ്ടി നിനക്ക് എന്താ ഇത്ര വിഷമം ഉണ്ടായേ? എടാ ജോണെ, നിന്നോട് ഞാൻ എൻ്റെ കുക്കിയെ പറ്റി പറഞ്ഞിട്ടില്ലേ? എൻ്റെ മുയൽക്കുഞ്ഞ്, എൻ്റെ പെണ്ണിനെ പറ്റി. ഏത് നീ എപ്പോഴും പറയാറുള്ള മുയലിനെ പോലെ ഇരിക്കുന്ന നിന്റെ മുറപ്പെണ്ണോ? അവളെന്താ ചെയ്തേ? എടാ അവളൊന്നും ചെയ്തല്ലടാ. മോഹൻ അവളിന്ന് പ്രപ്പോസ് ചെയ്തതാ. ഞാൻ ഇതുവരെ അവളോട് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിട്ടില്ല. എടാ അവള് പോണെങ്കിൽ പോട്ടെ, നീ ഇത്രയൊന്നും കരയുന്ന എന്തിനാ? എടാ നിന്റെ പുറകെ എത്ര പെൺപിള്ളേരാ കോളേജിൽ നടക്കുന്നതെന്ന് നിനക്കറിയാലോ. എടാ ആദ്യമായിട്ട് പ്രേമിച്ച പെണ്ണിനെ
അങ്ങനെ മറക്കാൻ പറ്റൂടാ. അവളെ കുഞ്ഞിനെ മുതൽ സ്നേഹിക്കുന്നവൻ ഈ ഞാൻ. അവള് പോലും അറിഞ്ഞിട്ടില്ല ഇതുവരെ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. എനിക്ക് അവളോട് തുറന്നു പറയാനുള്ള ഒരു ധൈര്യമില്ലടാ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാ എനിക്ക് അവളെ നഷ്ടപ്പെടുമെന്ന്. ഈ വീക്ക് ഒരൊറ്റ പെണ്ണേ ഉള്ളൂ, അത് കുക്കിയാന്ന് പറഞ്ഞ് കുഞ്ഞിലെ മുതൽ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുവാടാ. എനിക്ക് അവളില്ലാതെ പറ്റില്ലടാ. ഡാ, നിനക്കറിയോ, അന്ന് അവള് എന്നെ വിട്ട് കൊറിയയിലോട്ട് പോയപ്പോ അവളുടെ മുമ്പിലൊന്നും എനിക്ക് വിഷമമുള്ളതായിട്ട് ഞാൻ കാണിച്ചില്ല. പക്ഷെ എല്ലാ ദിവസവും അവളെ ഇനി കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ മുറി ഇരുന്ന് കരയുമായിരുന്നു. എനിക്കവളെ നഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ചത്. ഇനി അവളെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. വീണ്ടും അവൾ എൻ്റെ ജീവിതത്തിലോട്ട് വന്നു. ഇനി ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാടാ കുക്കി. ഇപ്പൊ ബിസി അല്ലേ, കാണാൻ പോലും കിട്ടത്തില്ല. അമ്മേ, വി എവിടെ പോയി? വിയെ കണ്ടില്ലല്ലോ. ഞങ്ങള് തിരിച്ചു വന്നപ്പം ഇവിടെ കണ്ടില്ലല്ലോ. അമ്മയ്ക്കറിയാവോ എവിടാന്നവൻ? എടാ, വീയില്ലേ, അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ നേരത്തെ വിളിച്ചപ്പം ചേച്ചിയോട് പറഞ്ഞത്. ഏത് കൂട്ടുകാരനാന്നൊന്നും പറഞ്ഞില്ല, ഒരു കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പോകുന്നെന്ന് പറഞ്ഞു. കുറച്ച് വൈകുമെന്നും പറഞ്ഞു. ഞാൻ അറിയാതെ അവനൊരു കൂട്ടുകാരൻ. വരട്ടെ, ഞാൻ ഒന്ന് കുടയുന്നുണ്ട്. കുക്കി കുക്കി, കഥ തുറന്ന് നീ ഓർത്തില്ലേ? ഈ സമയത്ത് കഥ തുറന്ന് നോക്കാം. എന്താടി കുക്കി കഥ തുറക്കാണ് ഇത്ര വൈകിയ? ഞാൻ കുളിച്ചോണ്ട് വന്നിയ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ, അതാ വൈകിയ. അല്ല, ഏട്ടനെന്താ ഈ സമയം ഇവിടെ? ഏട്ടൻ നിങ്ങൾ ആവശ്യമുണ്ടോ? ഇപ്പൊ ഇവളോട് റോഹൻ പ്രപ്പോസ് ചെയ്യാൻ വന്ന കാര്യം ചോദിക്കണം, അത് എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം പറയണം. ഒന്നുമല്ലടി കുക്കി, ചുമ്മാ വന്നതാ. പിന്നെ ഇത്ര നേരം അവിടെ ആയിരുന്നു? ഏട്ടൻ കുടിച്ചിട്ടുണ്ടോ? നല്ല സ്മെല് വരുന്നുണ്ടല്ലോ. കുറച്ച് കുടിച്ചിട്ടുണ്ട്. ഏട്ടാ മണ്ട, ഈ അവളോട് ഇഷ്ടമാണെന്ന് തോന്നുന്നു പറയടാ. പിന്നെ കുക്കി, എനിക്കില്ലേ നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, അതാ ഞാൻ വന്നെ. എന്താ ഏട്ടാ പറയാനുള്ളേ? പറഞ്ഞു. അടി കുക്കി, നിനക്ക് ഏതെങ്കിലും ആമ്പിള്ളേരെ ഇഷ്ടമാണോടി? ഇവരെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ചോദിച്ചിട്ട് കാര്യമില്ല. ആ, എനിക്കിഷ്ടമാ, എനിക്ക് അവളെ ഇഷ്ടമാ. നിനക്ക് വേറെ ആരും ഇഷ്ടമാണോ? എന്റെ കുട്ടിക്ക് വേറെ ആരും ഇഷ്ടമാണ്. അയ്യോ ഏട്ടാ, ഇങ്ങനെ കിടന്ന് കരയാതെ ആരെങ്കിലും ഒക്കെ കേൾക്കും. ജിനി വന്ന് ഇങ്ങനെ കേട്ട് ഇങ്ങനെ രണ്ടുപേർക്കും കൂടെ വഴക്കേക്കും. ഇനി ആരാടി നിനക്ക് ഇഷ്ടം എന്ന് പറയടി കുക്കി.
ഞാൻ വെറുതെ വിടൂല, പറയാം, അല്ലാതെ ഇനി ഒരു രക്ഷയില്ല. എനിക്കിഷ്ടമുള്ളത് ഒരു കടുവയാ. അയാളെ കാണാൻ ഭയങ്കര ലുക്ക. മിക്ക പെൺപിള്ളേരും അയാളുടെ പുറകെയല്ല. നല്ല ക്യൂട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ ചാടത്തുള്ള നടക്കും. ഇടയ്ക്കിടയ്ക്ക് പക്ഷെ ആ കടുവയുടെ സ്വഭാവം കാണിക്കാറുമുണ്ട്. ആ സമയം എനിക്ക് തോന്നാറുണ്ട് വല്ല കാട്ടില് കൊണ്ട് വിട്ടാലെന്താന്ന്. എടി, അപ്പൊ നിനക്ക് റോഹനെയല്ല ഇഷ്ടം? എന്റെ ദൈവമേ, ഇവന്റെ തലയ്ക്കകത്ത് സത്യം എന്തുമായിരിക്കുന്നേ. ദൈവം എല്ലാവർക്കും ബുദ്ധി വിധിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവൻ എന്ത് വല്ല തെങ്ങി കയറാൻ പോയോ? എന്റെ ദൈവമേ, ഇതേപോലെ ഒരു മണ്ടനായി പോയല്ലോ എന്റെ വിയേട്ടൻ. ഇവനെ പറ്റി ഇതെല്ലാം പറയുന്നതെന്ന് ഇവൻ എന്താ ഒന്നും മനസ്സിലാക്കാത്തെ. ഇവനെ തന്നെയല്ല ഞാൻ കുഞ്ഞിലെ മുതൽ കടുവയെന്ന് വിളിച്ചോണ്ട് ഞാൻ ആരെങ്കിലും ഞാൻ കടുവയെന്ന് വിളിച്ച് കേട്ടിട്ടുണ്ടോ? എടി കുക്കി, ഞാൻ എന്താ പറയാൻ വന്നേന്നറിയാവോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടി. എനിക്ക് പറ്റൂല. ഇന്നെന്റെ ചെവിയെല്ലാം കൂടെ അടിച്ചു പോവും. ഇതിനെ കടുവയെന്ന് എന്തിനാണോ എന്തോ വിളിക്കാൻ പോയത്. കള്ളു കുടിച്ച് ബോധമില്ലാതെ വന്നിരുന്ന പട്ടിയെ പോലെ കിടന്ന് മൂന്ന്. എന്റെ വിയേട്ട ഒന്ന് നിർത്ത് എന്ന് പറയട്ടെ. എനിക്കിഷ്ടമുള്ള കടുവ നിങ്ങളാ. ഞാൻ നിങ്ങളെല്ലാവരും ആരെയാ മനസ്സിൽ സ്നേഹിക്കണ്ടേ? ഇനി ഇവിടെ നിന്ന് കരഞ്ഞെന്റെ തലേനെടുത്ത് വായിക്കത്തുള്ള കയറ്റും, അതുപോലെ തുണി തിരികെ കയറ്റും. മിണ്ടാതെ വിടുന്നാണോ? എന്നാണ് ഇഷ്ടം? ഹായ്, എന്റെ കുക്കി പോലെ തന്നെയാണ് ഇഷ്ടം. മുഖത്ത് സന്തോഷം കണ്ടില്ലേ? ഒരു ബൈബിൾ എത്തിച്ചു വെച്ചോളുണ്ട്. എന്റെ മുയൽക്കുഞ്ഞെ, അടുത്ത് പാടി. എന്തിനാ ഏട്ടാ? നീ വരില്ല? എന്തിനാ അടുത്തോട്ട് വരുന്നേ ഏട്ടാ? വിയേട്ടാ, നീ എന്റെ മുയൽക്കുഞ്ഞ. എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എനിക്ക് നിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ഞാൻ താഴോട്ടിറങ്ങി കിടക്കാം. ഏട്ടന് ദേഹം എടുക്കത്തില്ലേ ഞാനിങ്ങനെ കിടന്ന? എനിക്ക് വേദനയൊന്നും എടുക്കത്തില്ല. നീ ഇങ്ങനെ തന്നെ കിടന്നാ മതി. എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കണം. ഇന്നത്തെ എപ്പിസോഡ് തീർന്നു. ഇനി കുറച്ച് കമന്റ് വായിക്കാം. ഇത് വീക്കുട്ടനെ കൊണ്ട് വായിപ്പിക്കണം. എന്റെ നെയിം ഭൂമിക അന്ന. ഞാൻ വീക്കുട്ടനെ ഒരു കട്ട ഫാനാണ്. ഒരിക്കലും കുക്കിയെ കരയിപ്പിക്കല്ലേ. അവളെ ഞാൻ കരയിപ്പിക്കത്തില്ല, അവൾ എന്നെ കരയിപ്പിക്കാതിരുന്നാ മതി. വിഷ്ണുപ്രിയ മേനോൻ. വിയേട്ടൻ കുക്കിയുടെ മാത്രമാണ്, കുക്കി വിയേട്ടന് മാത്രമാണ്. അത് ശരിയാ. ഹാസിഫ് ബിസ്മി. ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണേൽ ഈ മുയൽക്കുഞ്ഞ് കടുവയ്ക്കുള്ളതാ. എന്റെ അറബിക്കടലിനെ ഞാൻ എന്ന് കണ്ടെത്തുവോ എന്തോ. മണി കേടാൻ. വിയേട്ട, കുക്കിയെ എനിക്ക് വിയേട്ടൻ തരൂലേ? നോ, നെവർ, തരൂല.